സീതാവൻ സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ബബ്ലൂസ് നാരങ്ങയുടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് 1 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഈ ബബ്ലൂസ് നാരങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിച്ചു അതിൻ്റെ ഗുണം കൂടി പറയാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ബബ്ലൂസ് നാരങ്ങ നമ്മുടെ ഓറഞ്ച് ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ടാണ്. പ്രത്യക്ഷത്തിൽ ഇത് മധുരമാണെങ്കിലും പുളിയുടെയും ചവർപ്പിന്റെയും മൂലകങ്ങൾ കൂടി ഈ ബബ്ലൂസ് നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നാട്ടിൻപുറങ്ങളിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ വളരുന്നതുകൊണ്ടും ഇതൊരു മരമായതുകൊണ്ടും ഇതിലങ്ങനെ വിഷം ആരും അടിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിഷമില്ലാത്ത ഒരു നല്ല ഫലം കൂടിയാണ് ഈ ബബ്ലൂസ് നാരങ്ങ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ സി ഏറെ കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണത്. നമുക്ക് ഇത് ജ്യൂസായോ ജാമായോ അച്ചാറിട്ടോ അതല്ലെങ്കിൽ സലാഡുകളിൽ ചേർത്തോ ഒക്കെ കഴിക്കാവുന്നതാണ്. നിത്യവും കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പറയുന്നത്. കാൽസ്യം കൂടുതലുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മുടിക്കും എല്ലിനും പല്ലിനും മസിലിനും വരെ ഏറെ ഗുണപ്രദമാണ് ഇതിൻ്റെ പാനീയം. പിന്നെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഈ ഫൈബറും കൂടുതലുള്ളത് കൊണ്ട് ഈ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർ, അതായത് ശരീരഭാരം കുറയ്ക്കുന്നവർക്ക് സ്ഥിരമായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ശോധന നന്നാവാനും അതായത് മലബന്ധം ഇല്ലാതാവാനും ഇത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ അസ്കോബിക് ആസിഡ് എന്നൊരു ആസിഡ് ഉണ്ട്. ഈ ആസിഡ് നമ്മുടെ മോണപ്പഴുപ്പ് അല്ലെങ്കിൽ മോണയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ അതിനൊക്കെ പരിഹാരമാണ്. അത് ഇതിൻ്റെ അല്ലി ചവച്ചരച്ച് കഴിക്കണമെന്നാണ് പറയുന്നത്. ഇലക്ട്രോലൈസിന്റെ അഭാവം മൂലം, അതായത് സോഡിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഇതിൻ്റെയൊക്കെ അഭാവം മൂലം ഉണ്ടാകുന്ന നമ്മുടെ ഒരു കാല് കോച്ചിപ്പിടുത്തമുണ്ട്. രാത്രിയൊക്കെയാണ് മിക്കവാറും ഉണ്ടാകുക കാല് കോച്ചിപ്പിടുത്തം, അതിൻ്റെ നീര് വരിക, വേദന, ഇതിനൊക്കെ ഇതിൻ്റെ നീര് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഷുഗറിന് ഒരുപാടൊന്നും കഴിക്കരുത്, എന്നാലും കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വളരെ ഫലപ്രദമാണ് ഈ ഫ്രൂട്ട്. സർവോപരി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി കഴിക്കാവുന്ന ഒരു ഔഷധമാണ് ശരിക്കും പറഞ്ഞാൽ ബബ്ലൂസ് നാരങ്ങ. നമ്മുടെ ത്വക്കിലുണ്ടാവുന്ന, അതായത് തൊലിപ്പുറത്തുണ്ടാവുന്ന അർബുദത്തിന് ഇതിൻ്റെ ഇലയുടെ നീര്, അതായത് ബബ്ലൂസ് നാരങ്ങയുടെ ഇലയുടെ നീര് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസിൽ വരുന്ന ക്യാൻസറിനും ഈ ബബ്ലൂസ് നാരങ്ങ വിശേഷപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനൊരു ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ട്. സൈഡ് എഫക്റ്റ് എന്നല്ല, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പ്രഷറിനൊക്കെ ഗുളിക കഴിക്കുന്നവർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിനൊക്കെ മരുന്ന് ഗുളിക കഴിക്കുന്നവരോട് ഡോക്ടർ പറയും ഈ പുളിയുള്ള, അതായത് പുളിയുള്ള സാധനങ്ങൾ കഴിക്കരുതെന്ന് പറയുമല്ലോ, അത് സിട്രസ് ഉള്ള സാധനങ്ങൾ കഴിക്കരുതെന്ന് പറയും. അങ്ങനെ ഡോക്ടർ പ്രത്യേക നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇത് കഴിക്കരുത്. അതൊരു പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല, എന്നാലും പറയുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പറമ്പുകളിൽ അനാഥമായി വീഴുന്ന ഈ ഫ്രൂട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തുക, കഴിക്കുക, ആരോഗ്യം വീണ്ടെടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ഫ്രം സീതാവൻ സ്റ്റോറീസ്.